ദേശത്തു നിന്നും വരണ്ട ഭൂമിയിലേക്ക് അവരെ മാറ്റി. അതും പുതിയ നിയമം ഉപയോഗിച്ചാണ്. അതിന് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് സ്റ്റഡി ഒന്നും നടത്തിയിട്ടുള്ളതൊന്നും അല്ല. അതിന് പകരം അതിനെന്താ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ റീസെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മളെ ഒരിടത്തുനിന്ന് ഒരു സെറ്റിൽമെന്റ്, നമ്മൾ കുടുംബമായിട്ടും സമൂഹമായിട്ടും നമ്മൾ കഴിയുകയാണ്. അവിടുന്ന് നമ്മളെ ഒന്ന് അൺസെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അവിടുന്ന് നിഷ്കാസനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീസെറ്റിൽമെന്റ് വേറെ വേണം. അത് പുതിയ നിയമത്തിനകത്ത് നിർബന്ധമായിട്ടും പറയുന്നതാണ്. സെറ്റിൽമെന്റ്, റീസെറ്റിൽമെന്റ്, വേറെ വസ്തു കൊടുക്കണം. ഈ വസ്തു കൊടുക്കുന്നത് മാത്രമല്ല, ഇതിന്റെ ആഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ, മാർക്കറ്റ് വാല്യൂ കൊടുക്കണം. ആ മാർക്കറ്റ് വാല്യൂ തീരുമാനിച്ച ശേഷം തത്തുല്യമായ സ്വലേഷ്യം ഒരു എമൗണ്ട് അതും കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റീസെറ്റിൽമെന്റിന് നിർബന്ധമായിട്ടും കൃഷിക്കാരാണെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി, താമസിക്കാൻ വീട് മാത്രമാണ് അവർക്ക് ആവശ്യമെങ്കിൽ പാർപ്പിടത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള ഭൂമി ഇത് കൊടുക്കണം. ഇതെങ്ങാണ് ഇന്നത്തെ ഗവൺമെന്റുകൾ എങ്ങാണ് ചിന്തിക്കുന്നുണ്ടോ? നിയമം പാസ്സാക്കി വിടുകയാണ്. എല്ലാം നശിപ്പിക്കരുത്. ആരാധനാലയങ്ങൾ അത് വളരെ നമുക്ക് വൈകാരികമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. അത് ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും അമ്പലങ്ങളായാലും ക്ഷേത്രങ്ങളായാലും അതൊക്കെ വൈകാരികമായിട്ട് നമുക്ക് വളരെ ബന്ധമുള്ളതാണ്. അത് നശിപ്പിക്കരുത്. കാരണം ജനങ്ങൾ ആരാധിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. അതൊക്കെ നമ്മുടെ റൈറ്റ് ലൈഫിൽ പെടും. നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് ഇതെല്ലാം പെടും. അതാണ് ആഹാരം, പാർപ്പിടം, പാർപ്പിടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചു കാണും, മലപ്പുറത്ത് ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആണല്ലോ. നമ്മൾ വെറും പത്രവാർത്തയായിട്ട് എടുക്കണ്ട. നമ്മുടെ ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരി, ഒരു യുവതി, അതിനെ ഒന്നുമില്ലാത്തതാണ്. ആ ഒരു നാടോടി യുവതിയാണ്. അതിൻ്റെ 3 വയസ്സുള്ള മകളുമായിട്ട് തെരുവിലിൻ്റെ അരികിൽ കിടന്നുറങ്ങുകയാണ്. ആ കുട്ടിയെ ഒരുത്താൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. 3 വയസ്സുള്ള പെൺകുട്ടിയാണ്. തട്ടിപ്പറിച്ചുകൊണ്ട് പോയി രാത്രി ബലാത്സംഗം ചെയ്തു, മൃതപ്രയയാക്കി. അത്തരം വൃത്തികെട്ട പ്രവൃത്തി അവനെ ശിക്ഷിക്കണം, പരമാവധി ശിക്ഷ കൊടുക്കണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളൊക്കെ നാണിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഒരു സഹോദരി തെരുവിൽ കിടന്നുറങ്ങുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം. ഇത് നമ്മളൊന്ന് കാണണം. ഈ നാട്ടിലാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ജനങ്ങൾ കുടിയിറക്ക് ഭീഷണി. ഇവിടെ വയൽക്കിളികളുടെയൊക്കെ സമരം നമ്മൾ വായിക്കുമല്ലോ. അതൊക്കെ അതിജീവനത്തിനുള്ള കരച്ചിലാണ് മനുഷ്യന്റെ. അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടാൻ പോകുമ്പോൾ അവർ പ്രതികരിക്കത്തില്ലേ അതിന്? ഇത് ജനങ്ങൾ പ്രതികരിക്കും. ആ രീതിയിലുള്ള പ്രതികരണം വേണം. ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കണം. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്, നിങ്ങൾ സുഖത്തിന് വേണ്ടിയുള്ള ഒരു അവകാശമല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ സുഖസൗകര്യത്തിന് വേണ്ടി ഒരു കാര്യമല്ല ചോദിക്കുന്നത്. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് ഇത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അതിന് സാമൂഹ്യ പ്രവർത്തകരെ, ശ്രീ നീലകണ്ഠനൊക്കെ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ വിളിച്ചാൽ വരുന്നതൊക്കെ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് അവിടെ രാഷ്ട്രീയമൊക്കെ നോക്കും, പലതും വേണോ വേണ്ടയോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാൾ ഇവരെ കൊണ്ട് ശല്യമില്ല കേട്ടോ. കാര്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതെന്താണെന്നറിയാം, ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ആരൊക്കെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇടപെടുന്നു? ഇത് ആളുകളൊന്നും ഇടപെടണ്ടേ? ഇതൊന്ന് ഇടപെടണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വേണം സാമൂഹ്യ പ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇടപെടാൻ. ഇതായിരിക്കണം, ഈ പ്രശ്നങ്ങളായിരിക്കണം മുമ്പോട്ട് വരേണ്ടത്. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധ സ്വരം ഉയരണം. നിങ്ങൾ ഇത്രയും പേര് വിടിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സ്വരം ഉയരുന്നതിൻ്റെ തെളിവാണ്. ഇത് കെട്ടുപോകരുത്. ഈ കെട്ടുറപ്പ് ഈ ആളുകൾ നമ്മുടെ കൂട്ടായ്മയില്ലേ വലിയ കാര്യമാണ്. നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തന്നെ ലോകത്തുണ്ടായത് കളക്റ്റീവ് ബാർഗനിങ് എന്നുള്ള പ്രിൻസിപ്പിളാണ്. കൂട്ടായ വിലപേശൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് വ്യക്തിപരമായിട്ടുള്ള വിലപേശലിന് വലിയ വിലയൊന്നുമില്ല. ആ കരച്ചിലൊന്നും ആരും കാണത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽഡ് ക്രൈസ്, വനരോധനങ്ങളായിട്ട് മാറും. നേരെ മറിച്ച് കൂട്ടായ കരച്ചിലുണ്ടല്ലോ, കൂട്ടായ പ്രതിഷേധമുണ്ടല്ലോ, കൂട്ടായ വിലപേശൽ, അതിന് വിലയുണ്ടാകണം. ഈ പ്രശ്നങ്ങൾ എല്ലാവരും ഒന്ന് ഇടപെടണം. അതിപ്പോൾ ആളുകൾക്ക് അവിടെ മാടക്കട വെക്കാനും കൈയേറാനും ആയിട്ട് ഈ സ്ഥലം എടുത്തിട്ടേക്കാണ്. അല്ലാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ആ സ്ഥലം എടുത്തിട്ടേക്കാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ ആദ്യം പഠിക്കട്ടെ. ആ ഉള്ള സ്ഥലം, എടുത്തിരിക്കുന്ന സ്ഥലം, ഈ ഹൈവേക്ക് വേണ്ടി 2 സൈഡ് വശങ്ങളിലും എടുത്തിട്ടിരിക്കുന്ന സ്ഥലം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ആദ്യം പഠിക്കട്ടെ. അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് പോരാതെ വരുന്ന ഒരു കാലത്ത് ഇനി ഒരു 2 വരിയും കൂടെ വേണം എന്ന് അന്ന് നോക്കട്ടെ. അത് ഇപ്പോഴേ അതായത് 10-25 വർഷം കഴിഞ്ഞുള്ളതിന് ശേഷം ഉള്ള ഒരു കാര്യം ചിന്തിക്കുന്നതിന് എന്നെ ഇപ്പോഴേ ഇറക്കി വിടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കിടക്കുന്ന എൻ്റെ കിടക്കാടത്തിൽ നിന്ന്
അത് വേണം ചിന്തിക്കാൻ. ഇവിടെ 6 വരി പാതയ്ക്കുള്ള സ്ഥലം ഇപ്പൊ തന്നെ ഉണ്ട്. അതൊന്ന് ശരിയാക്കി എടുത്താൽ മാത്രം മതി. ആ ഒരു കരുതലോടുകൂടി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം, പന്ത് കളിക്കാൻ നമ്മളവിടെ സ്ഥലം ഇടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കിടക്കാടമുള്ള സ്ഥലത്ത് കിടക്കാടം പൊളിച്ചിട്ട് പന്ത് കളിക്കാൻ മൈതാനം ഉണ്ടാക്കണ്ടല്ലോ. എന്തിനാ റോഡിന് അത്രയും സ്ഥലം? അത് പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ആവട്ടെ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ സ്ഥലം കിടക്കുന്നുണ്ട്, UP-യിൽ സ്ഥലം കിടക്കുന്നുണ്ട്, ബീഹാറിലൊക്കെ സ്ഥലം തരിശുഭൂമി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ പറ്റും. പക്ഷെ ഇത്രത്തോളം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത്, വസ്തുവിന് ഇത്രത്തോളം വിലയുള്ള ഒരു സ്ഥലത്ത്, ഇത്രയും പ്രഷ്യസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വളരെ വിലയേറിയതാണ്. നമുക്കൊരുപാട് വൈകാരികമായ ബന്ധമുള്ളതാണ് നമ്മുടെ കിടപ്പാടത്തോടും നമ്മുടെ ഭൂമിയോടും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഈ ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് ഒന്ന് വികസിപ്പിക്കാൻ ശ്രമിക്കുക, ഉള്ള സ്ഥലത്തുകൂടെ അതൊന്ന് വികസിപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു കാലത്ത് ഒരു 10-50 വർഷത്തിന് ശേഷം അത് പോയാതെ വരുന്നെങ്കിൽ അന്ന് അവിടെ കിടക്കുന്നവനെ വേണമെങ്കിൽ ഒന്ന് ഇറക്കി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതിന് മുമ്പ് ഇപ്പോഴേ ഇത് പിടിച്ചു പറിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ കൈപ്പറ്റൂർ 6 കയറി ഇറങ്ങുന്നതിന് ഇവിടുന്നേ നമ്മൾ ഒരുങ്ങേണ്ട കാര്യമില്ലല്ലോ. അവിടെ ചെന്നിട്ട് 6 കയറി ഇറങ്ങിയാൽ മതി എന്നൊരാൾ പറഞ്ഞതുപോലെ ഉള്ളൂ. ഇവിടുന്നേ അതിന് തയ്യാറായി പോകേണ്ട കാര്യമില്ല, മുണ്ട് മടക്കി കുത്തേണ്ട കാര്യമില്ല ഇവിടുന്ന് എന്ന് പറഞ്ഞ പോലാണ് ഇപ്പം നടക്കേണ്ട കാര്യം മാത്രം നടക്കുക. ആ ഒരു ചിന്താഗതി വേണം. നമ്മുടെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ആ ജീവിക്കാനുള്ള അവകാശത്തിൽ ഇടപെടാൻ ഒരു ഗവൺമെന്റ് മെഷീനറിക്ക് പോലും സാധ്യമല്ല. ഇത് വളരെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് കാണണം. ഈ പ്രതിഷേധം അതായത് ഒരു വനരോധമനമായിട്ട് മാറിപ്പോകരുത്. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അസസ്മെന്റ് സ്റ്റഡി ഒന്നും നടത്തിയിട്ടുള്ളതല്ല, ഇത് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ഒന്നും നടത്തിയിട്ടുള്ളതല്ല. ഇത് നടത്തണം. നടത്തിയിട്ട് ആളുകളുടെ നഷ്ടം കണക്കാക്കണം, ആളുകളുടെ ബുദ്ധിമുട്ട് കണക്കാക്കണം. അതൊന്നുകൂടെ കണക്കാക്കിയതിന് ശേഷം ഇത് പറ്റുമെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ആക്കട്ടെ. അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലത്ത്, അല്ല സ്ഥലം ഉള്ളിടത്തൊന്നും അല്ലാതെ എടുത്തോട്ടെ. എടുക്കാവുന്ന സ്ഥലത്ത്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഉള്ളിടം അക്വയർ ചെയ്തോട്ടെ. പക്ഷേ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം, അവരെ കിടക്കാടം, അവരെ കൃഷിയില്ലാരും ഒന്ന് ഇടപെടണം. അതിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂട്ടായ വിലപേശലിനൊരു സമയമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. അതേ ഞാൻ പറയുന്നുള്ളൂ. അതൊന്ന് നോക്കണം, വോട്ട് കൊടുക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം ആദ്യം. കാരണം എൻ്റെ കിടക്കാടം നഷ്ടപ്പെടാൻ പോവാണ്, അതൊന്ന് ഇല്ലാതാക്കി തരണം. ഇതാണ് നമ്മൾ പറയേണ്ടത്. അതിൽ നിന്ന് ആ ഭീഷണി തന്നെ ഒന്ന് മാറ്റണം. ഇതിൻ്റെയൊക്കെ അലൈൻമെൻ്റ് ഒക്കെ മാറ്റി എലിവേറ്റഡ് ഹൈവേ ആക്കി മാറ്റണം. ഇനിയിപ്പോൾ കേരളത്തിൽ അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് അതേ നടക്കുള്ളൂ, അല്ലാതെ വേറെ നടക്കത്തില്ല. റോഡ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, റോഡ് ആവശ്യമാണ്, യാത്ര ചെയ്യാൻ ആവശ്യമാണ്. ഉള്ള റോഡ് ആദ്യം, ഉള്ള സ്ഥലം, എടുത്തിട്ടേക്കുന്ന സ്ഥലം. അത് മാത്രമല്ല, പുതിയ ആജ്ഞാനത്തോടെ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 10 വർഷം എടുത്തിട്ട വസ്തു 10 വർഷം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഗവൺമെന്റ് ലാൻഡ് ബാങ്കിലേക്ക് കൊടുക്കണമെന്നാണ്. ഈ പർപ്പസിന് എടുത്ത വസ്തു ഉപയോഗിക്കുന്നത് ഇട്ടേക്കുന്നത്, ഇത് ലാൻഡ് ബാങ്കിലേക്ക് കൊടുക്കാൻ ഇവിടെ എത്ര വസ്തു ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളൂ. ഇതിന്റെ വശങ്ങളിൽ കിടക്കുന്ന വസ്തു ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്, ഇതുവരെ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. 20 വർഷത്തിലധികം ആയി. 10 വർഷം കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ ലാൻഡ് ബാങ്കിലേക്ക് പോകണമെന്നുള്ളതാണ്. ലാൻഡ് ബാങ്കിലേക്ക് പോകുന്നത് മാത്രമല്ല, അന്ന് വരെ വില, ആ വേരിയേഷൻ വന്ന വില വ്യത്യാസം ഉണ്ടല്ലോ, അപ്രിസിയേഷൻ, എന്തുമാത്രം വസ്തുവിന് വില കൂടിയോ അതിന്റെ 20% ഇതാരുടെ ഇനി വസ്തു പിടിച്ചു പറിച്ചോ അയാൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നിയമവ്യവസ്ഥകളുണ്ട്. പക്ഷേ ഗവൺമെന്റ് പബ്ലിക് പർപ്പസിന് ഒരു വസ്തു അക്വയർ ചെയ്യണം എന്ന് പറഞ്ഞു വന്നാൽ ഫലത്തിൽ ഇപ്പം നമുക്ക് തടയാൻ മാർഗങ്ങളില്ല, നിയമപരമായിട്ട് തടയാൻ മാർഗങ്ങളില്ല. അതിന് കേസൊന്നും നിൽക്കുന്നതല്ല. അങ്ങനെയുള്ള കുഴപ്പം അതിനകത്തുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊറോഗേറ്റീവാണ്, അവരുടെ ഒരു അവകാശമായിട്ടാണ്, ഗവൺമെൻറ് മെഷീനറിയുടെ ഒരു അവകാശമാണ്. കാരണം ലാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണെന്നാണ് വെയ്പ്പ്. പക്ഷെ നമ്മൾ പട്ടയം വാങ്ങുന്നു, നമുക്ക് കിട്ടുന്നു, നമ്മൾ വിലയൊക്കെ ഉണ്ട് നമുക്ക്. ബട്ട് അൾട്ടിമേറ്റ്ലി ലാൻഡ് ഗവൺമെൻറ് ആണെന്നൊരു വെയ്പ്പുള്ളത് കൊണ്ട് ആണത് നടക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഈ കരച്ചിൽ ദൈവങ്ങളെങ്കിലും കാണട്ടെ, രാഷ്ട്രീയക്കാരുടെയും നേതാക്കന്മാരുടെയൊക്കെ കണ്ണ് തുറപ്പിക്കാൻ ഇടയാകട്ടെ. ഇത് ഏതെങ്കിലും വിധത്തിൽ ഇതിൻ്റെ ആ ഒരു ഒന്ന് മാറ്റി നിങ്ങളുടെ ഈ മുറവിളി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഈ മുറവിളി അതൊന്ന് ശരിയാക്കിയിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് മാർഗമുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം, ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.